ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ടൂറ് പോയാലോ? അപ്പോൾ ഞാനൊരു ടൂറ് പോകുന്നു, നിങ്ങളെൻ്റെ കൂടെ വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെവിടത്തേക്കാണ് ടൂറ് പോകുന്നതല്ലേ? അപ്പോൾ ടൂറ് സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കാണ് പോകുന്നത്? ബാംഗ്ലൂരൊക്കെയാണ് പോകേണ്ടത്. അത് മൈസൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ മൈസൂരിലെ കാഴ്ചകളാണുള്ളത്. അപ്പോൾ നമുക്ക് കാണണ്ടേ, കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ്. നിങ്ങൾ സാധാരണ മൈസൂർ അധികം ഇടയ്ക്ക് പോയിട്ടുണ്ടാവും, പക്ഷേ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകൾ കാണിച്ചു തരാനാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിപ്പോൾ മൈസൂർ എത്തിയില്ല, പക്ഷേങ്കിൽ കേരള ബോർഡർ കഴിഞ്ഞ്, അതായത് കർണാടക ബോർഡറിലെത്തി. പക്ഷേ ഇതേത് സ്ഥലം എന്ന് എനിക്കറിയില്ല. അവിടെ വഴിയരികിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ലൊരു ആംബിയൻസുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഫുൾ ബാമ്പു കൊണ്ടുള്ള അടിപൊളി സെറ്റിങ്സ് ഒക്കെ ചെയ്ത നല്ല അടിപൊളി സ്ഥലം. നമ്മളവിടെ ചായ കുടിക്കാൻ മാത്രമല്ല, നമ്മളെ കൂട്ടത്തിലൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് കേക്ക് മുറി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ആക്കാമെന്ന് ചോദിച്ചു. ചായ കുടിക്കാൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് നമ്മളൊരു ഒഴിഞ്ഞ റോഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയോണ്ട് നമ്മൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഭാഗ്യമാണെന്നായിരിക്കാം, അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മറ്റ് ബാനറും എന്താ പറയുക ഇങ്ങനെ കർട്ടനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു റൂം നല്ല ഒരു സെക്ഷൻ അങ്ങനെയായിരുന്നു ബർത്ത്ഡേൻ്റെ. അപ്പം നമ്മളെന്താ പറയുക, വൈദ്യൻ കൽപ്പിച്ചതും അങ്ങനെയില്ലേ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെയാണ്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ടൂറ് പോകുമ്പോൾ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് അവൻ്റെ മക്കളെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എത്തിയ സ്ഥലം അതിലും അടിപൊളിയാണ്. എല്ലാ സെറ്റിങ്സും, ബർത്ത്ഡേക്ക് എല്ലാ സെറ്റിങ്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു വണ്ടിയിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേക്ക് മുറിക്കലാണ്. കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ 4 ആളേ ഉള്ളൂ. എൻ്റെ 2 മക്കളും അവരുടെ 2 മക്കളും, ബാക്കിയൊക്കെ മുതിർന്ന ആൾക്കാരാണ്. അപ്പം കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. അതാ കേക്ക് മുറി അവൻ്റെ അനിയനും അമ്മക്കും കേക്ക് കൊടുക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ എല്ലാവർക്കും കേക്ക് മുറിച്ചൊന്ന് കൊടുക്കലാണ്. അപ്പോൾ വണ്ടിയിൽ കേക്ക് കണ്ടേരെ എൻ്റെ ചെറിയ മോൻ കേക്കിന് മുറിക്കാൻ വേണ്ടി കുറേ സമയം ചൊറയാക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു കാത്തിരിപ്പിന് സമയം ഇപ്പോൾ ആയത് കണ്ടോ. പിന്നെ നമ്മളൊക്കെ കേക്ക് കഴിച്ചു. നമ്മൾ 10-14 ആൾക്കാരുണ്ടായിരുന്നത്. അവരൊക്കെ കേക്ക് വേണ്ടുവോളം കഴിച്ചു. കസിൻസ് സിസ്റ്റേഴ്സാണ്, എല്ലാവരും ഫാമിലി തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും വേണ്ടുന്നവരെ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് മടങ്ങി. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ, നല്ല സ്ഥലം. അപ്പോൾ അവിടെ ഒരു ബൈക്ക് കണ്ടിരുന്നു. ആൺകുട്ടിക്ക് ഈ വണ്ടിയോടാണല്ലോ ക്രേസ്. അപ്പോൾ അവന് അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. ആരതാന്നൊന്നും അറിയില്ല, അവിടെ വന്ന ആരെയുമാണ്. അപ്പോൾ കയറിയൊരു വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ മൈസൂർ എത്തി. നമ്മളിപ്പോൾ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും മൈസൂർ പാലസാണ്. മൈസൂർ പാലസും ഞാൻ പകൽ പോയിട്ടേ കണ്ടിട്ടുള്ളൂ. രാത്രി ഒരിക്കൽ കണ്ടിരുന്നു ഇങ്ങനെ റോട്ടുമ്പിലൂടെ പോകുമ്പോൾ. എല്ലാം ഭയങ്കര ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അന്ന് പോയി അവിടെ എത്തിയാലാണ് നമുക്ക് മനസ്സിലായോ അവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഡബിൾ ദമാക്കാന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓഫറും കൂടി അടിച്ചു. കാരണം കണ്ടോ, അവിടെ എന്തോ വലിയ ഗ്രാൻഡ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ CM ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഷോ ആയി. പിന്നെ ഈ സിംഗേഴ്സ്, നല്ല ഫിലിംസിലൊക്കെ പാടുന്ന സിംഗേഴ്സ് എല്ലാം നടത്തുന്ന സ്റ്റേജ് ഷോ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ നിൽക്കലാണ്. ഗേറ്റൊക്കെ അടച്ചിരുന്നു. എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു ഗേറ്റിൻ്റെ അടുത്ത്. അപ്പം നമ്മളവിടെ ചോദിച്ചേരം പറഞ്ഞത് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വിടും. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല. അതായത് പുറമെ ഈ കാണുന്ന ഉള്ളിലേക്ക് കയറാൻ വിടും. ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അവർ ഗേറ്റ് തുറക്കും. അപ്പോൾ നമ്മൾ 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഗേറ്റ് തുറന്നു. അപ്പോൾ ലൈറ്റ്സിൻ്റെയൊക്കെ പല ഡെക്കറേഷൻസും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഒന്നാമത് കൊട്ടാരം ഫുൾ ലൈറ്റ്സിലാണ് രാത്രി ഉണ്ടാവുക. ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് മൊത്തം പുറത്തൊക്കെ ലൈറ്റ്സും. പിന്നെ കണ്ടോ, കൊട്ടാരം ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. പണ്ടത്തെ ആൾക്കാരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു അടിപൊളിയായിരിക്കും. അപ്പം അവിടെ ഇന്ന് എന്തോ CM ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പരിപാടിൻ്റെ ഭാഗമായിട്ട് എന്തോ കുറേ ലേഡീസൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ഉണ്ടാക്കി നടന്നുകൊണ്ട്. പാട്ടാണോ ഭജനയാണോ എന്നല്ല, അവരുടെ ഭാഷയിലായതുകൊണ്ട് തിരിയുന്നില്ല. അപ്പം അവർ വരുന്ന കണ്ടിട്ട് നമ്മളവിടെ നിന്ന് അതൊക്കെ കണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട്. അവർ അധികം ആൾക്കാർ ഒരുപോലത്തെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പാടുന്നുണ്ട്. നമുക്ക് അവരുടെ ഭാഷ അറിയത്തില്ലല്ലോ. അപ്പോൾ
അവരവിടെ കുറച്ച് സമയം നിന്നിട്ട് ഡാൻസൊക്കെ, അതായത് ഡാൻസ് എന്ന് ഉദ്ദേശിച്ചത് ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ പോലത്തെ ഒരു ഡാൻസൊക്കെയാണ്. ബാക്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചിട്ട് ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്നൊന്നും അറിയില്ല, എന്തിനാണെന്നൊന്നും അറിയില്ല. പിന്നെ അവിടെ പോലീസുകാരുണ്ടായിരുന്നു. അവരോട് ചോദിക്കാന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയണ്ടേ, കന്നഡ അറിയും, മലയാളം അത്ര വശമില്ല. അപ്പം നമ്മൾ പിന്നെ അതാ കണ്ടോ ഈ വീഡിയോ, ഇവർ ഡാൻസെല്ലാം കളിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പുറം വന്ന് നമ്മൾ അപ്പോൾ നോക്കുമ്പോൾ അവിടെ മൊത്തം ഫ്ലവേഴ്സിനെ കൊണ്ട് പല രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചാണ്. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കാരണം വന്നതെന്നുള്ളൊരു തെളിവിന് നമ്മൾ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുമല്ലോ. അപ്പം എല്ലാവരും ആ പൂവിൻ്റെ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ കൊട്ടാരം വെച്ചിട്ട് ആ ഒരു പൂവിനെയാണോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? അപ്പം കൊട്ടാരത്തിൻ്റെ സൈഡിൽ അവിടെ ഞാൻ പറ്റില്ല സ്റ്റേജ് ഷോ, പാട്ടുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതാണത്. അപ്പോൾ അത് ദൂരെ നിന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് 2 സ്ക്രീനുകൾ വെച്ചിരുന്നു. നമ്മൾ അങ്ങനെയാണ് അവരാ പാടുന്നതെന്നുള്ളത് തിരിയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കാണുകയും ചെയ്യാം. CM അവിടെ എന്തോ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഏതോ സിനിമയിലൊക്കെ പാടുന്ന അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അവരൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ CM പോകുന്നതായിട്ട് കുറച്ച് സമയം കയറ്റി അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. പെട്ടെന്ന് അതായത് CM ഇതിൽ പോകുന്നുണ്ടെങ്കിൽ ആ സമയം അവിടെ ബ്ലോക്ക് ചെയ്യും. CM അപ്പുറം കിടന്നപാട് അത് തുറന്നിരുന്നു. നമ്മളെ നാട്ടിലെ പോലെ എന്താ പറയണ്ടേ, ഒരു CM വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ആരും നിൽക്കാൻ പാടില്ല, അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവിടെ. അതെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അവരുടെ നാടും അവരുടെ സിസ്റ്റം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മളിവിടെയെല്ലാം എന്താ പറയുക, CM ഒക്കെ വരുമ്പോൾ ആ പ്രദേശത്തെ ആരും നിൽക്കാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലേ. അവിടെ അതുപോലെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ CMനെല്ലൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ ഇതിപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഷോ ആണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഫ്ലവർ ഷോവും പിന്നെ കുറേ പ്രതിമകളും, പിന്നെ ഫ്ലവേഴ്സിനെ കൊണ്ടുണ്ടാക്കിയ കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ അന്ന് വന്നത് എന്തോ ലക്കായിട്ട് തോന്നിയത്. കാരണം ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കേട്ടില്ല. അവിടെ ആ സമയത്ത് എത്തിയോണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അതെല്ലാം ആയതുകൊണ്ട് മാത്രം നമ്മൾ കരുതുക. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടോ, ഫ്ലവറിനെ കൊണ്ട് റോസാപ്പൂവാണ് മൊത്തം. അത് അതിനെ കൊണ്ട് ആനേനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്തവരെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ പൂക്കൾ കൊണ്ട് പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കഴിവ് തന്നെയാണ്. അപ്പോൾ കണ്ട, എവിടെ നോക്കിയാലും പൂക്കളെ കൊണ്ട് പല മോഡലുകളും ഉണ്ടാക്കിയതാണ്. ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ പല മോഡൽ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മളെ തണ്ണിമത്തനില്ലേ, തണ്ണിമത്തനെ കൊണ്ടും വെജിറ്റബിൾസിനെ കൊണ്ടും പല രൂപങ്ങൾ. ഇത് നമ്മൾ അധികം കാണുന്നില്ലേ മംഗലങ്ങളിലെല്ലാം. അപ്പോൾ TV സ്ക്രീനിൽ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, കുറേ വിഗ്രഹങ്ങൾ ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ. നവരാത്രിൻ്റെ ടൈമൊക്കെ ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചിട്ടൊക്കെ, അല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ അവിടെ കുറച്ച് പോലീസുകാരെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ മോൻ അവരെ പോയിട്ട് തോണ്ടി വർത്താനൊക്കെ പറഞ്ഞ് അവരേതെല്ലോ ഭാഷയിൽ സംസാരിച്ചു. ഓൻ ഏതെല്ലോ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതെന്താ സംസാരിച്ചതെന്നൊന്നും അറിയില്ല. ഓൻ വെറും കുറുമ്പനാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.